ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ഒരപ്പൻ മകന്റെ ആവശ്യവുമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പിശാചുബാധിതനായ മകനെ രക്ഷിക്കാനായിട്ട് ആർക്ക് സാധിച്ചില്ല? ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. പരാതികളും പരിഭവവുമായിട്ട് ആ അപ്പൻ ഈശോയുടെ അടുത്ത് വന്നതേ, ഞാൻ ഈ കുഞ്ഞുമായിട്ട് നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അവർക്ക് ഈ പിശാചിനെ പുറത്താക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയാണ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിന്റെ ജീവിതത്തിൽ നിന്ന് പൈശാചികമായ പ്രലോഭനങ്ങൾ കടന്നു പോകും. വേറൊന്നുകൊണ്ടും പറ്റത്തില്ല കേട്ടോ. ഉപവാസവും പ്രാർത്ഥനയും. നോമ്പില് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഇത് തന്നെ. നീ പ്രാർത്ഥിക്കേ, നീ ഉപവസിക്കേ, നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുന്നത് മാത്രമല്ല നോമ്പെന്ന് പറയുന്നത്. ഇറച്ചിയും മീനും ഒക്കെ മാറ്റിവെച്ചു എന്നതുകൊണ്ട് നോമ്പ് ആചരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടാവണം. കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് കണ്ടെത്തുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തുക. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കണം, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ കാണും, ചില പൈശാചികമായ പ്രലോഭനങ്ങൾ കാണും, ചില തഴക്കദോഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ആരും അറിയാതെ നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. അവയൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുറച്ച് സമയത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എന്നാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കണം, മറിച്ച് കിട്ടുവോളം പ്രാർത്ഥിക്കണം, തുടരെ പ്രാർത്ഥിക്കണം. അവൻ്റെ പിന്നാലെ പോയി പ്രാർത്ഥിക്കും തോറുമാണ് അവൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ നൽകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. പ്രാർത്ഥിക്കും തോറും ഇഷ്ടംപോലെ സഹനമൊക്കെ കിട്ടും കേട്ടോ. സഹനം ഇല്ല എന്ന് ചിന്തിക്കരുത്, പ്രലോഭനങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. ഇവയൊക്കെ കടന്നു വരും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മിൽ നിന്ന്. നമ്മുടെ വിശ്വാസത്തെ അവൻ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സഹനങ്ങളും ഈ വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത്. സ്നേഹമുള്ളവർ, അവൻ്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ വീണ് പോകരുത്. വീണ്ടും പ്രാർത്ഥിക്കുക, തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അനുഗ്രഹം ലഭിക്കും. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് എന്നത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ ഞാൻ എന്തുകൂടെ ചെയ്യണം? പണ്ട് പ്രാർത്ഥിച്ചതുപോലെ പോരാ, ഇച്ചിരിയും കൂടെ സമയം എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് സാധിക്കണം. മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് TV ഒക്കെ കാണുന്നതിൻ്റെ സമയമൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ സമയം വചനം വായിക്കുവാനായിട്ട്, കൂടുതൽ സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശോയുടെ സന്നിധിയിൽ ചുമ്മാതെ ഒന്ന് ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചുമ്മാതിരുന്നാൽ മതി കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധി വന്ന് ചുമ്മാതിരുന്ന് അവൻ പറയും, മോനെ നീ ഇത് ഇങ്ങനെ തീരുമാനം എടുക്കുക. അവൻ എന്നോട് സംസാരിക്കും, പക്ഷെ അവൻ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കണം. അതിന് ഞാൻ സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയും അവൻ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട്, പൈശാചികമായ ശക്തികളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.